എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് യൂണിഫോം ഷർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ 1 മീറ്റർ തുണിയാണുള്ളത്. ഇത് ഒരു 1ാം ക്ലാസ്സിലേക്കുള്ള കുട്ടിയുടെയാണ്, അതായത് 5 വയസ്സ് 6 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഇറക്കം 18 ഇഞ്ച്, ചെസ്റ്റ് 22 ഇഞ്ച്, ഷോൾഡർ 11 ഇഞ്ച്, സ്ലീവ് ലെങ്ത് 5 ഇഞ്ച്, സ്ലീവ് ലൂസ് 10 ഇഞ്ച്, അതേപോലെ ബോഡി ലൂസ് 7.5 ഇഞ്ച്, നെക്ക് 11 ഇഞ്ച്. അത് ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ഷോൾഡർ ഡൗൺ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഫ്രണ്ട് പട്ടിക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് ഈ കര ഒഴിവാക്കിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇറക്കം 18 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിനെ വിടുക. പിന്നെ 1 ഇഞ്ച് നമുക്ക് ബോട്ടം മടക്കി അടിക്കാനും. ഇനി ഇതിൻ്റെ ഷോൾഡർ 11 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പാതി 5.5 ഒരു 1/2 ഇഞ്ച് തയ്യത്തും കൂടെ ചേർത്തിട്ട് 6 ഇഞ്ച് ഇടാം. കോളർ 11 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 5-1 ഏകദേശം 2.25 ഇഞ്ച് വരും. ഇങ്ങോട്ടും അതേ 2.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ ഷോൾഡർ ഡൗൺ വരയ്ക്കുക. സ്ലീവ് ലൂസ് 10 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ പാതി 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ഉടൽ ലൂസ് 7.5 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് നേരെ ഇതുവരേക്കും വരയ്ക്കാം, കാരണം ഇതിൽ ബോഡി ഷേപ്പ് കൊടുക്കുന്നില്ല. ഇനി ഇവിടെ ആം ഹോൾ വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു അടയാളം ഇടാം. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് വേണം. അതുപോലെ ഇവിടെ വന്നിട്ട് ഒരു 2 ഇഞ്ച് ഹൈറ്റ് കൂടുതൽ വയ്ക്കണം ബാക്കിൽ. ഇതുപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇടുക. ഇവിടെ 2 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുക. അതിനുശേഷം ഇതിൽ നമ്മൾ നേരത്തെ ഇട്ട പോലെ 2.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ഇവിടെ 1.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ അതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയുള്ള വീതി തന്നെ ഇവിടെയും വയ്ക്കുക. ഇപ്പോൾ 4.25 വരുന്നുണ്ട്. ഇത് താഴേക്ക് വരച്ചിട്ട് ബാക്ക് ആം ഹോൾ വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. ഒന്നുകൂടെ മടക്കുക. ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 5 ഇഞ്ചും ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പും. ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഷേപ്പ് വരയ്ക്കാം. ഒരല്പം കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് 5.5 വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 4.5 വെച്ചാൽ മതി. ഇവിടെ ഒന്ന് ക്രോസിൽ വരയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യാം. ഇവിടെ ഒരു അടയാളം. ഇനി ഇതിലേക്കുള്ള കോളർ കട്ട് ചെയ്യാം. കോളർ ഇതേപോലെ ക്യാൻവാസ് എടുക്കുക. ഇത് പശയുള്ള ഭാഗമാണ്. ഇതിങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലുള്ള പാറ്റേൺ നമ്മൾ നേരത്തെ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ പാറ്റേൺ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 10.5 ഇഞ്ച് മുതൽ 13 ഇഞ്ച് വരേക്കുള്ള കോളർ ഇതിൽ കട്ട് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് ഇതുവരേക്കും അളക്കുമ്പോൾ നമുക്ക് 11 കിട്ടും. അതായത് ഇവിടുന്ന് ഈ 2ാമത്തെ ലൈന്, ഈ ലൈന് ഈ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കുക. ഇതേപോലെ ബൈൻഡ് മാർക്ക് ചെയ്യുക. അതുപോലെ ഇതിന് മുകളിൽ തന്നെ വെച്ചിട്ട് കോളറും മാർക്ക് ചെയ്യുക. ഇതുപോലെ കോളറും ബൈൻഡ് മാർക്ക് ചെയ്യുക. 11 ഇഞ്ചാണ്.
ഇനി ഇത് ഇതേപോലെ തുണിയിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിന്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഇതിന്റെ സ്ലീവ് തയ്ക്കാം. അതുപോലെ അടിവശത്തേക്ക് മടക്കിയിട്ടൊന്ന് നഖം കൊണ്ട് വരച്ചെടുക്കുക. അതുപോലെ ഈ സൈഡും. അതിനുശേഷം ഇതിന്റെ സെന്ററിൽ ഒന്നുകൂടെ മടക്കുക. ഏകദേശം 3/4 ഇഞ്ച് വീതി മതി. എന്നിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അതേപോലെ 2 സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ ഭാഗത്ത് ഇതാണ് ഇതിന്റെ ഉൾവശം. ഇവിടെ ബട്ടൺ ഹോൾ വയ്ക്കാനുള്ള പട്ടി വരിക. ഇത് ആദ്യം സെൻറ്ററായിട്ട് മടക്കുക. ഇതിൽ നമ്മൾ ക്യാൻവാസ് കൊടുക്കുന്നില്ല. അതിനുശേഷം ഒന്നുകൂടെ മടക്കുക. 1 ഇഞ്ച് വീതി മതി ഫ്രണ്ട് പട്ടിക്ക്. ഈ 2 എഡ്ജ് കൂടി ഓരത്തയിലിടുക. ഇനി എക്സ്ട്രാ ഉള്ളത് ഇവിടെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ സൈഡിൽ ബട്ടൺ വയ്ക്കുന്ന പട്ടിയാണ് അടിക്കേണ്ടത്. ഇവിടെ നമ്മൾ അവിടെ 2 ഇഞ്ചാണ് ഇട്ടത്. ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ച് കുറച്ചിട്ട് 1.25 ഇഞ്ച് മതി. 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ ഒരു തയ്യലിടുക. ഇതിൽ ഒരു തയ്യലിട്ടാൽ മതി. ഇനി ഇതിന്റെ ബാക്ക് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇതിൽ സെപ്പറേറ്റ് ഷോൾഡർ കൊടുക്കുന്നില്ല. അതാണ് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടത്. ഇനി ഇതിങ്ങനെ ഇതിന്റെ നല്ല വശവും കൂടെ ചേർത്തിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇനി ഒരു തയ്യലും കൂടി ഇട്ടിട്ട് ഇത് ഓവർലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ സെന്റർ ഈ ജോയിന്റ് ചെയ്ത ഭാഗത്തല്ല വരിക. ഇതിങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ ഇവിടെ ഒപ്പം പിടിക്കുക. എന്നിട്ട് ഇവിടെ എവിടെയാണ് സെന്റർ വരുന്നത് ഇവിടെ ഒരു അടയാളം ഇടുക. അപ്പോൾ ഇവിടെയാണ് ഇതിന്റെ സെന്റർ വരിക. ഇനി ഇതേപോലെ സ്ലീവ് നല്ല വശം അങ്ങനെ വയ്ക്കുക. ഈ കുഴിച്ച് വെട്ടിയത് ഫ്രണ്ട് വശത്താണ് വരിക. ഇതിങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് വെച്ച് നോക്കാം. ഇതൊരു 1/2 ഇഞ്ചോളം കമ്മി വരുന്നുണ്ട്. ഈ കമ്മി വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറവാണ് കട്ട് ചെയ്യേണ്ടത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വല്ലാതെ ചുളിവ് വരും. അതുപോലെ ഇങ്ങോട്ട് മുകളിലേക്ക് കട്ട് ചെയ്യരുത്. ഇവിടെ നിന്ന് ഇതുവരേക്കും കട്ട് ചെയ്യുക. ഇനി ഇതേ പീസ് വെച്ചിട്ട് ബാക്കിലത്തെയും കട്ട് ചെയ്തെടുക്കുക. അതായത് ഫ്രണ്ട് തനിയെ ബാക്ക് തനിയെ കട്ട് ചെയ്യുക. ഇനി ഇത് കറക്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ നിവർത്തി വയ്ക്കുക. ഈ കുഴിച്ച് വെട്ടിയത് ഫ്രണ്ടിലെ വരിക. അതേപോലെ ഫ്രണ്ട് ഭാഗം ഈ കാജാപ്പട്ടീൻ്റെ ഭാഗം ഇതിൻ്റെ ഈ സൈഡാണ് വരിക. ഇവിടെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യാം. ഇനി ഇതേപോലെ ഈ സൈഡും അടിക്കാം. ഈ സൈഡും ഇതേപോലെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് വശത്ത് അടിച്ചു വരാം. നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് വേണമെങ്കിലും അടിക്കാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവ് ഓവർലേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ച്ചെടുക്കാം. സൈഡ് ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് തയ്ത്തുമ്പിൽ തയ്ച്ചെടുക്കാം. സ്ലീവിൻ്റെ തയ്യത്തുമ്പ് ഇതേപോലെ സ്ലീവിലേക്കാണ് വരേണ്ടത്, ബോഡിയിലേക്കല്ല. അടുത്ത സൈഡും അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡ് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം തയ്ക്കാം. ബോട്ടം നമ്മൾ 1 ഇഞ്ചാണ് വീതി വിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ആദ്യം മടക്കിയെടുക്കുക.
അതിനുശേഷം അരഞ്ച് കൂടെ മടക്കിയിട്ട് തയ്ച്ചെടുക്കാം. ഇത് ഗേൾസിനുള്ള ഷർട്ടാണ്. ബോയ്സിനുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഒരു പോക്കറ്റ് വെച്ചാൽ മതി. 3 ഇഞ്ച് വീതി 3.5 ഇഞ്ച് ഇറക്കത്തിൽ ഒരു പോക്കറ്റ് വെച്ചാൽ ഇത് ബോയ്സിനും ഉപയോഗിക്കാം. ഇനി ഇതിന്റെ കോളർ തയ്ച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ക്യാൻവാസ് ഇതിലിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് ഇതിലേക്ക് അടിക്കുക. അതിനുശേഷം ഇത് കൂടെ കട്ട് ചെയ്യാം. അതായത് ബൈൻഡിൽ തയ്യത്തുമ്പ് നിർത്തിയിട്ട് കോളറിനൊപ്പം കട്ട് ചെയ്യാം. ഇതിങ്ങനെ മടക്കിയിട്ട് സെൻറ്റർ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇതുപോലെ വേറെ തുണി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് കൂടെ അടിക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് നൂലിടണം, എന്നാലേ ഈ കോളർ പോയിന്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ നൂല് 2 മടക്കായിട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു നീഡിൽസ് ഒരു പ്രാവശ്യം താഴ്ത്തി ഇനി ഇവിടെ ഈ നല്ല വശത്ത് ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. ഇതേപോലെ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് തയ്ച്ച് വരിക. അതിനുശേഷം ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അല്പം ബെൻഡാക്കി വെക്കുക. അതായത് നമ്മൾ ഈ ബൈൻഡിൽ അല്പം ബെൻഡ് ഉണ്ട്, അതിനനുസരിച്ച് വെച്ചിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് അടിമറിച്ചെടുക്കുക. ഇനി ഇവിടെ നിന്ന് ഇതുവരേക്കും ഒരു തയ്യലിടുക. കോളർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിങ്ങനെ പിടിച്ചിട്ട് ഇനി ഇതൊന്ന് വെച്ച് നോക്കാം. ഇത് കറക്റ്റാണ്. ഷർട്ടിന്റെ നല്ല വശത്ത് ഇതിങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം അവിടെ നഖം കൊണ്ടൊന്ന് നന്നായിട്ട് വരച്ചെടുക്കുക. ഇനി തിരിച്ച് വെച്ചിട്ട് ഈ തയ്യത്തുമ്പ് ഇതിനകത്തേക്ക് വെക്കുക. എന്നിട്ട് ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് ആരംഭിക്കുക. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലേ വന്നിട്ട് ഇവിടെ തന്നെ ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.